രാജ്യത്ത് വീണ്ടും ഒരു വലിയ കലാപത്തിന് കോപ്പുകൂട്ടുകയാണോ ചിലർ? കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാർത്ഥികളെ മുൻനിർത്തി നടക്കുന്ന പുതിയ നാടകങ്ങളുടെ ചുരുളഴിയുകയാണ്. പരീക്ഷാ വിവാദങ്ങളുടെ പേരിൽ ഡൽഹിയിൽ സമരം തുടങ്ങിയ പാർട്ടികൾ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, തങ്ങളുടെ അടുത്ത അജണ്ട പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു വിദ്യാർത്ഥി സമരമല്ലെന്നും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണെന്നും വ്യക്തമാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന ചീറ്റിപ്പോയ ആദ്യ സമരത്തിനു ശേഷം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദിബ്കെ സർക്കാരിന് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായി കലാപം അഴിച്ചുവിടുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സമരം നയിക്കാൻ വേണ്ടി മാത്രം ശനിയാഴ്ച രാവിലെ അമേരിക്കയിൽ നിന്നും വിമാനം കയറി വന്ന ആളാണ് ഈ അഭിജിത് ദിബ്കെ. ഇതിൽ നിന്നും ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വളരെ വളരെ വ്യക്തമാണ്. ഡൽഹിയിൽ തങ്ങൾ ചരിത്രം സൃഷ്ടിച്ചു എന്നും പാർട്ടികൾ വിചാരിച്ചാൽ സർക്കാരിനെ വിറപ്പിക്കാമെന്നും ഒക്കെയാണ് ദിബ്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തള്ളിമറിക്കുന്നത്. നമ്മൾ എന്താണ് ആ ദിവസം കണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഒരു കുറച്ചു നേരം വെയിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ വെയിൽ പോലും അവിടെ താങ്ങാൻ കഴിയാതെ അദ്ദേഹത്തിന് AC കാറിനുള്ളിൽ പോയിരിക്കേണ്ടി വന്നു. അതേസമയം ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം അവിടെ വന്ന ഈ 500-600 വിദ്യാർത്ഥികളെല്ലാം തന്നെ വെയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ട്, ആ പൊരി വെയിലത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം AC കാറിൽ പോയി വിശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ്, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ സമരം നയിക്കാൻ പോകുന്നത്. സമരം എന്താണെന്ന് പോലും അറിയാത്ത പാവം വിദ്യാർത്ഥികളെയും കുട്ടികളെയും മുൻനിർത്തി അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളെ ചൂഷണം ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മുൻപ് ഷഹീൻ ബാഗിലും കർഷക സമരത്തിലുമൊക്കെ നമ്മൾ കണ്ട അതേ ഒരു ടൂൾ കിറ്റ് മോഡൽ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അമേരിക്കയിൽ ഇരുന്ന് തയ്യാറാക്കിയ തിരക്കഥയുമായി ഇവിടെ വന്ന് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമം. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിലുപരി കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നത് മാത്രമാണ് ഈ പുതിയ നീക്കത്തിന് മുന്നിൽ. എന്നാൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഒരു ദേശീയ സർക്കാരിനെ ഇത്തരം വില കുറഞ്ഞ ഭീഷണികൾ കൊണ്ടും കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന സമരങ്ങൾ കൊണ്ടും അട്ടിമറിക്കാമെന്നത് കരുതുന്നത് വെറും ഒരു പകൽക്കിനാവ് മാത്രമാണ്. ചുരുക്കത്തിൽ 7 ദിവസത്തെ ഈ അന്ത്യശാസനം വെറും ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ്. വിദേശ ഫണ്ടിങ്ങോടെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ പാർട്ടികളുടെ പുതിയ ഭീഷണികളെ ഭരണകൂടം അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ അടുത്ത നീക്കങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്.